ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു കുഞ്ഞീസ് ക്ലാസ്. നമുക്കിന്ന് 7th സ്റ്റാൻഡേർഡ് ഹിസ്റ്ററിയുടെ 3rd ചാപ്റ്ററിൻ്റെ ബാക്കി പോർഷൻസ് ഒക്കെ നോക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചൊക്കെ എല്ലാവരും നന്നായിട്ട് പഠിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ദ സോൾജേഴ്സ് ഹാഡ് ടു ബി പെയ്ഡ്. ഈ സോൾജേഴ്സിന് എന്തായാലും ശമ്പളം കൊടുക്കണം അല്ലേ? അലാവുദ്ദീൻ ചൂസ് ടു പേ ഹിസ് സോൾജേഴ്സ് സാലറീസ് ഇൻ ക്യാഷ് റാദർ ദാൻ ഇക്താസ്. ഇവർക്ക് ലാൻഡ് കൊടുക്കുന്നതിന് പകരം സാലറി തന്നെ കൊടുക്കാനാണ് ഈ അലാവുദ്ദീൻ ഖൽജി തീരുമാനിച്ചത്. The soldiers would buy their supplies from merchants in Delhi and it was thus feared that merchants would raise their prices. അങ്ങനെ ഈ സാലറി ഒക്കെ മേടിച്ചിട്ട് ഈ സോൾജിയേഴ്സ് ഡൽഹിയിലുള്ള മേർച്ചൻസിൻ്റെ കയ്യിൽ നിന്ന് തന്നെ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അന്നേരം ഒരു ഭയമുണ്ട്, ഇനി മേർച്ചൻസ് എങ്ങാനും ഈ വിലയൊക്കെ കൂട്ടി പറഞ്ഞാലോ, മീൻസ് ആവശ്യമുണ്ടെന്ന് കാണുമ്പം ഈ മേർച്ചൻസ് സാധനങ്ങളുടെയൊക്കെ വില കൂട്ടുമല്ലേ. അപ്പം ഈ അലാവുദ്ദീൻ ഖാൽജിക്ക് ഒരു ഭയമുണ്ടായിരുന്നു, ഈ സോൾജിയേഴ്സിന് സാലറി കൊടുത്തുകൊണ്ട് അവർ സാധനങ്ങൾ മേർച്ചൻസിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ആ സമയത്ത് ഈ മേർച്ചൻസ് പ്രൈസ് കൂട്ടുമോ എന്നൊരു ഭയമുണ്ടായിരുന്നു. To stop this, Alauddin controlled the prices of goods in Delhi. Prices were carefully surveyed by officers and merchants who did not sell at the prescribed rates were punished. അതുകൊണ്ട് തന്നെ ഈ സാധനങ്ങളുടെയൊക്കെ പ്രൈസ് കൺട്രോൾ ചെയ്യാനായിട്ട് അലാവുദ്ദീൻ ഖാൽജി തീരുമാനിച്ചു. അങ്ങനെ ഈ രാജാക്കന്മാർ തീരുമാനിച്ച, അതായത് അലാവുദ്ദീൻ ഖാൽജി തീരുമാനിച്ച വിലയിലല്ല ഈ മെർച്ചൻസ് സാധനങ്ങൾ വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അവരെ പണിഷ് ചെയ്യാനായിട്ടുള്ള നിയമവും കൊണ്ടുവന്നു. മുഹമ്മദ് തുഗ്ലക് ഓൾസോ പെയ്ഡ് ഹിസ് സോൾജിയേഴ്സ് ക്യാഷ് സാലറീസ്, ബട്ട് instead of controlling prices he used a token currency somewhat like present day paper currency but made out of cheap metals, not gold and silver. അപ്പം മുഹമ്മദ് തുഗ്ലക്കും സോൾജിയേഴ്സിന് ശമ്പളം കൊടുക്കുക തന്നെയായിരുന്നു ചെയ്തത്. അതായത് ക്യാഷ് സാലറീസ് ആയിരുന്നു സോൾജിയേഴ്സിന് കൊടുത്തിരുന്നത്. അലാവുദ്ദീൻ ഖൽജി ഈ സാധനങ്ങളുടെ വില നിയന്ത്രിച്ചല്ലോ, അതുപോലെയല്ല മുഹമ്മദ് തുഗ്ലക് ചെയ്തത്. അദ്ദേഹം അതിന് പകരം ടോക്കൺ കറൻസി കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. അതായത് ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിലുള്ള ഈ പേപ്പർ കറൻസി ഇല്ലേ, അതുപോലെ തന്നെ. അതായത് നമ്മൾ 100 രൂപ കൊടുത്താൽ അതിനുള്ള സാധനം നമുക്ക് ലഭിക്കില്ലേ, അതേപോലെ തന്നെ ടോക്കൺ കറൻസിയാണ് അവിടെ ഏർപ്പാടാക്കിയത്. ഈ ടോക്കൺ കറൻസി ചീപ്പ് മെറ്റൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയത്, ഗോൾഡോ സിൽവറോ ഒന്നും കൊണ്ടല്ല ഉണ്ടാക്കിയത്. People in the 14th century did not trust these coins. They were very smart. They saved their gold and silver coins and paid all their taxes to the state with this token currency. This cheap currency could also be counterfeited easily. അപ്പം ഈ 14th സെഞ്ച്വറിയിലുള്ള ആൾക്കാർ ഈ കോയിൻസിലൊന്നും ട്രസ്റ്റ് ചെയ്തിട്ടില്ല. അതായത് അത് ചീപ്പ് മെറ്റൽസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സാധനമാണല്ലേ. അപ്പം അവരെന്ത് ചെയ്തു, ഈ ഗോൾഡും സിൽവർ കോയിൻസൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ട് ഈ ടോക്കൺ കറൻസി കൊണ്ട് അവർ ടാക്സ് പേ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. വളരെ സ്മാർട്ടായിട്ടുള്ള ആൾക്കാരായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. അപ്പം ഗോൾഡും സിൽവറും ഒക്കെ അവർ സേവ് ചെയ്യുകയും ഈ ടോക്കൺ കറൻസി, അതായത് ചീപ്പ് മെറ്റൽ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഈ ടോക്കൺ കറൻസി കൊടുത്തവർ ടാക്സ് പേ ചെയ്യാനും തുടങ്ങി. Alauddin's administrative measures were quite successful and chroniclers praised his reign for its cheap prices and efficient supplies of goods in the market. He successfully withstood the threat of Mongol invasions. അലാവുദ്ദീൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ്, അലാവുദ്ദീൻ ഖൽജിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുള്ളതായിരുന്നു. അതുപോലെ തന്നെ ക്രോണിക്ലേഴ്സ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭരണ കാലഘട്ടത്തെ പ്രൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം അവിടെ ചീപ്പ് പ്രൈസസ് ആയിരുന്നു. അതുപോലെ തന്നെ മാർക്കറ്റിലോട്ടുള്ള ഗുഡ്സിൻ്റെ സപ്ലൈ ഒക്കെ എഫിഷ്യൻ്റ് ആയിട്ട് നടന്നു പോയിരുന്നു. അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം ഈ മംഗോൾസ് അദ്ദേഹത്തിൻ്റെ രാജ്യം കീഴടക്കാൻ വന്നതിനെ വളരെ ശക്തമായിട്ട് എതിർത്തിരുന്നു. അതിലൊക്കെ അദ്ദേഹം നല്ല സക്സസ്ഫുൾ ആയിരുന്നു. ഇനി നമുക്ക് മുഹമ്മദ് തുഗ്ലക്കിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, മുഹമ്മദ് തുഗ്ലക്സ് അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് വേറെ ഫെയിലിയർ. അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് ഒരു ഫെയിലിയർ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു പരാജയമായിരുന്നു. ഹിസ് ക്യാമ്പയിൻ ഇൻ ടു കാശ്മീർ വാസ് എ ഡിസാസ്റ്റർ. ഹി ദെൻ ഗേവ് അപ്പ് ഹിസ് പ്ലാൻസ് ടു ഇൻവേഡ് ട്രാൻസോസിയാന ആൻഡ് ഡിസ്ബാൻഡഡ് ഹിസ് ലാർജ് ആർമി. മീൻവൈൽ ഹിസ് അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് ക്രിയേറ്റഡ് കോംപ്ലിക്കേഷൻസ്. ദ ഷിഫ്റ്റിംഗ് ഓഫ് പീപ്പിൾ ടു ദൗലതാബാദ് was resented. The raising of taxes and famine in the Ganga-Yamuna belt led to widespread rebellion. And finally, the token currency had to be recalled. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ട്രാൻസോസിയാന എന്ന് പറയുന്ന മംഗോൾസിൻ്റെ അധീനതയിലുണ്ടായിരുന്ന ഒരു പ്രദേശം കീഴടക്കാമെന്നുള്ള ഒരു പ്ലാനൊക്കെ അദ്ദേഹം നിർത്തി. ആ പ്ലാനൊക്കെ അദ്ദേഹം
കളഞ്ഞു. പിന്നെ അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് വളരെയധികം കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കി. ആൾക്കാരെ ദൗലതാബാദിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരുന്നല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ് ഷിഫ്റ്റ് ചെയ്തത്? അവിടെ ഗാരിസൺ ടൗൺ, ആർമിക്ക് വേണ്ടിയിട്ട് ഗാരിസൺ ടൗൺ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പുതിയൊരെണ്ണം നിർമ്മിക്കാതെ ഒരു ഓൾഡ് സിറ്റി അദ്ദേഹം അവിടുത്തെ ആൾക്കാരെയൊക്കെ ഒഴിപ്പിച്ച് അവരെയൊക്കെ ദൗലതാബാദിലേക്ക് വിട്ട് അവിടെ ആർമിക്ക് താമസിക്കാനായിട്ടൊരു സ്ഥലം കൊടുത്തിരുന്നല്ലേ. അപ്പോൾ ആ പ്ലാനും അദ്ദേഹം ഉപേക്ഷിച്ചു. പിന്നെ ഈ ടാക്സും ഫെമീനും ഒക്കെ ആ ഒരു കണ്ടീഷൻസൊക്കെ ഗംഗ യമുന ആ ഒരു ഏരിയയിലൊക്കെ കണ്ടു തുടങ്ങി. കാരണം ഈ സോൾജേഴ്സിന് സാലറി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടാക്സൊക്കെ കൂട്ടിയത്. അത് കാരണം ഫെമീൻ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ അവിടെ വരികയും അത് കാരണം വലിയ പ്രക്ഷോഭത്തിന് ഇടയാവുകയും ചെയ്തു. അതുപോലെ തന്നെ അദ്ദേഹം ടോക്കൺ കറൻസി എന്ന് പറയുന്ന ആ ഒരു സംവിധാനം കൊണ്ടുവന്നായിരുന്നല്ലേ, അതും തിരിച്ചെടുക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് ഒരു ഫെയിലിയർ ആയിരുന്നു. എന്നാൽ അലാവുദ്ദീൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് വളരെയധികം സക്സസ്ഫുള്ളും ആയിരുന്നു. ഇൻ ദിസ് ലിസ്റ്റ് ഓഫ് മുഹമ്മദ് തുഗ്ലക്സ് ഫെയിലിയേഴ്സ് വി സംടൈംസ് ഫോർഗെറ്റ് ദാറ്റ് for the first time in the history of the Sultanate, the Delhi Sultan planned a campaign to capture Mongol territory. അപ്പം ഈ മുഹമ്മദ് തുഗ്ലക്സിൻ്റെ ഫെയിലിയേഴ്സ് എടുത്ത ഈ ലിസ്റ്റിൽ നമ്മൾ ഒരു കാര്യം വിട്ടുപോയി. ഫസ്റ്റ് ടൈം ഇൻ ഹിസ്റ്ററി ഓഫ് സുൽത്താനേറ്റ്, ഈ സുൽത്താനേറ്റ്സിൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ഡൽഹി സുൽത്താന് മംഗോൾ ടെറിട്ടറി ക്യാപ്ചർ ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാനിങ് നടത്തുന്നത്. Unlike Alauddin's defensive measures, Muhammad Tughlaq's measures were conceived as a part of a military offensive against the Mongols. അലാവുദ്ദീൻ സ്വന്തം രാജ്യത്തെ സംരക്ഷിക്കാനായിട്ട് അതിനുള്ള ഡിഫെൻസീവ് മെഷേഴ്സൊക്കെയാണ് കൊണ്ടുവന്നത് അല്ലേ. പക്ഷേ മുഹമ്മദ് തുഗ്ലക്ക് എന്താണ് ചെയ്തത്? ആ മംഗോൾസിൻ്റെ ഒരു പാർട്ട് കൂടി പിടിച്ചെടുക്കാനുള്ള ശ്രമമായിരുന്നു അദ്ദേഹം നടത്തിയത്. ദ സുൽത്താനേറ്റ് ഇൻ ദ 15th ആൻഡ് 16th സെഞ്ച്വറി. അപ്പം ഈ സുൽത്താനേറ്റിന് 15th 16th സെഞ്ച്വറിയിലൊക്കെ എന്താ സംഭവിച്ചത് നമുക്കൊന്ന് നോക്കാം. Take a look at table 1 again. You will notice that after the Tughlaqs, the Said and Lodi dynasties ruled from Delhi and Agra until 1526. അപ്പം ഈ ടേബിൾ 1 നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഈ തുഗ്ലക്സിന് ശേഷം സായിദും ലോധി ഡൈനാസ്റ്റിയുമാണ് ഈ ഡൽഹി ആഗ്രയൊക്കെ ഭരിക്കുന്നത് അല്ലേ. 1526 ഏകദേശം 1526 മുതൽ. By then, Jaunpur, Bengal, Malwa, Gujarat, Rajasthan and the entire South India had independent rulers who established flourishing seats and prosperous capitals. This was also the period which saw the emergence of new ruling groups like the Afghans and the Rajputs. അപ്പോൾ അങ്ങനെ ഈ തുഗ്ലക് ഡൈനാസ്റ്റിയൊക്കെ മാറി സയ്യിദ് ലോധി ഡൈനാസ്റ്റിയൊക്കെ വന്നതിന് ശേഷം ഈ പ്രദേശങ്ങളായിട്ടുള്ള ജോൻപൂറും ബംഗാളും മാൽവ, ഗുജറാത്ത്, രാജസ്ഥാൻ അതുപോലെ സൗത്ത് ഇന്ത്യയൊക്കെ ഇൻഡിപെൻഡൻറ്റ് റൂളേഴ്സ് ഭരിക്കാനായിട്ട് തുടങ്ങി. അതുപോലെ അവർക്ക് അവരുടേതായിട്ടുള്ള ക്യാപിറ്റൽസും സ്റ്റേറ്റ്സും ഒക്കെ വന്നു തുടങ്ങി. അതുപോലെ തന്നെ ഈ സമയത്താണ് പുതിയ റൂളിംഗ് ഗ്രൂപ്പ്സ് ആയിട്ടുള്ള അഫ്ഗാൻസും രജപുത്സും ഒക്കെ എമേർജ് ചെയ്തത്. Some of the states established in the period were small but powerful and extremely well administered. Sher Shah started his career as the manager of a small territory for his uncle in Bihar and eventually challenged and defeated the Mughal Emperor Humayun. അപ്പം ഈ ചെറിയ ചെറിയ സ്റ്റേറ്റ്സ് ആയിട്ടാണ് ഈ ഒരു പീരീഡിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയെങ്കിലും അത് വളരെയധികം കുഞ്ഞു കുഞ്ഞു സ്റ്റേറ്റ്സ് ആണെങ്കിൽ പോലും അത് വളരെയധികം പവർഫുള്ളും നല്ല അഡ്മിനിസ്ട്രേഷനും ഒക്കെ കാഴ്ചവെച്ചു. അതിനൊരു എക്സാമ്പിൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. ഷേർഷാ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് മാനേജറായിട്ടാണ്. ഒരു ചെറിയ ടെറിട്ടറി അദ്ദേഹത്തിൻ്റെ അങ്കിള് ബീഹാറിലുള്ള അങ്കിള് ഭരിച്ചിരുന്ന ഒരു ചെറിയ ടെറിട്ടറിയുടെ മാനേജറായിട്ടാണ് ഷേർഷാ അദ്ദേഹത്തിൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം അദ്ദേഹം ചലഞ്ച് ചെയ്യുകയും മുഗൾ എംപററിനെ ഡിഫീറ്റ് ചെയ്യുകയും ചെയ്തു. അതായത് മുഗൾ എംപററായിട്ടുള്ള ഹുമയൂണിനെയാണ് അദ്ദേഹം ഡിഫീറ്റ് ചെയ്തത്, അദ്ദേഹം തോൽപ്പിച്ചത്. Sher Shah captured Delhi and established his own dynasty. അതുപോലെ തന്നെ ഡൽഹി അദ്ദേഹം കീഴടക്കുകയും അദ്ദേഹത്തിൻ്റെ സ്വന്തം ഡൈനാസ്റ്റി രാജവംശം അദ്ദേഹം കൊണ്ടുവരികയും ചെയ്തു. Although the Zuri dynasty ruled for only 15 years, it introduced an administration that borrowed elements from Alauddin Khalji and made them more efficient. ആകെ ഇത് 15 വർഷങ്ങളെ ഭരിച്ചിട്ടുള്ളൂ എങ്കിൽ പോലും അതൊരുപാട് പുതിയ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. അതും അലാവുദ്ദീൻ ഖാൽജിയുടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു എഫിഷ്യൻസിയിൽ നിന്ന് കൂടിയാണ് ഈ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത്. Sher Shah's administration became the model followed by the great
emperor Akbar when he consolidated the Mughal Empire. ഈ മുഗൾ എംപയറിൻ്റെ കീഴടക്കിയ അക്ബർ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്തും അദ്ദേഹം ഈ ഷേർഷായുടെ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ആ രീതികളൊക്കെയാണ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ അക്ബറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലേ, അപ്പോൾ അദ്ദേഹവും ഫോളോ ചെയ്തത് ഈ ഷേർഷായുടെ അഡ്മിനിസ്ട്രേഷനൊക്കെയാണ്. അപ്പം നമ്മുടെ ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. എല്ലാവർക്കും ചാപ്റ്റർ നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഒക്കെ ലഭിക്കാനായിട്ട് എക്സാം ടോപ്പേഴ്സ് എന്ന് പറയുന്ന ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. എക്സാം ടോപ്പേഴ്സിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഡയറക്റ്റായിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ചാനലിലേക്ക് വരിക, സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോസൊക്കെ കാണുക. ഓക്കെ, അപ്പോൾ നമുക്കിനി ഒരു പുതിയ ചാപ്റ്ററുമായിട്ട് കാണാം. അതുവരെ ബൈ.